കൾച്ചറില്ല, നിങ്ങൾക്ക് കൾച്ചറില്ല. എനിക്ക് കൾച്ചറില്ല. കൾച്ചറില്ല. അത് ഇങ്ങനെ വന്ന് കേൾക്കൂ. എടാ, അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിന്നെ അനിയനായിട്ടല്ല ഞാൻ വളർത്തിയത്, എന്റെ മോനെ പോലെ. ഞാനിപ്പം രാത്രി കിടന്നുറങ്ങുമ്പം തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറും. അത് ഇങ്ങനെയൊക്കെ പറയാവോ? എടാ, കുഞ്ഞുനാളില് നിന്നെ കുളിപ്പിക്കും ഞാൻ. അപ്പം നിന്റെ കൾച്ചറിനെ കുറിച്ച് ഞാൻ സംസ്കാരമില്ലെന്ന് അതൊക്കെ എനിക്കറിയാം. അതെനിക്ക് മനസ്സിലായിരുന്നു. ഇതെന്നെ കൈ തന്നെ ഇത്. അതെ, അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ രാജേഷ് ഇല്ലടാ. ആ രാജേഷിന്റെ മോൾക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവക്കൊരു PP വേണമെന്ന് പറഞ്ഞു. ആണല്ലേ? ആയ കാലത്ത് കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. നീ കാരണമാണ്. ഞാൻ എന്നാ കാണിച്ചേ നിനക്കറിയാവോ? 20 വയസ്സുള്ളപ്പോഴാണ് നിന്നെ എന്റെ കയ്യിലോട്ട് അമ്മ ഇങ്ങനെ പെറ്റു തരുന്നത്. കുരിയക്കൂടിന്റെ അത്രേ ഉള്ളായിരുന്നു നീ. പിന്നെ നവജാത ശിശു അബൂ സലിമിനെ പോലെ. എടാ, നീ എന്റെ കൈകളിൽ ഇങ്ങനെ കിടന്നിട്ടാ ഈ കൈകളിൽ കിടന്നായി ഇത്ര നാൾ വളർന്നേന്ന്. 25 വർഷം കൈ കിടക്കുമല്ലായിരുന്നല്ലോ. ഒരു നിമിഷം എന്നെ അടുത്ത് താറ വെച്ചിട്ട് പോയി കല്യാണം കഴിക്കായിരുന്നല്ലോ. അങ്ങനെ പറയണോടാ. നിനക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ. എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ കല്യാണം കഴിക്കണേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കണം. എനിക്ക് വേണ്ടി ഞാനാണ് കല്യാണം കഴിക്കേണ്ടത്. മനസ്സിലായോ? അതാണ്. നിങ്ങൾക്ക് അവിടുന്ന് പെണ്ണ് കിട്ടാനാ പക്വത വേണ്ടേ? കല്യാണം കഴിക്കണതിന് ഒരു മിനിമം പക്വതെങ്കിലും. പക്വതയില്ല. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ രാജേഷിന്റെ മോളോട്ട് ലുഡോ കളിച്ചിട്ട് പിണങ്ങി പോകാൻ നിൽക്കുന്ന നിങ്ങൾക്ക് എവിടുന്നാ പക്വത? ഒരു കാര്യം ഞാൻ പറയാം. ഈ വന്നു നീ ഇപ്പൊ എന്നോട് ചൂടാവുന്നുണ്ട്. ഒരു കാര്യം നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? എന്തിനാണ് നീ എന്നോട് ചൂടാവുന്നത്? കഴിച്ചോട്ട് സംസാരിക്കുന്ന ഞാൻ സ്നേഹം തന്നപ്പോ നീ എന്റെ തലയിൽ കയറി കുറെ നാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു കാര്യമില്ല നിങ്ങൾ ചൂടാവുന്നത്? ആയിക്കോ, എന്തെങ്കിലും ആയിക്കോ. അങ്ങനൊന്നും അല്ല നിന്നെ. എന്തെങ്കിലും ആയിക്കോ. അയാളല്ലേ ഇപ്പൊ എന്നോട് ചൂടായിട്ട് പോയത്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനം കുത്തുക അല്ലേ? പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു. നീ ഇപ്പൊ തിരികെ കയറി വന്നു. എടി, നീ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നീ ഒരുങ്ങി വന്നോടി. എനിക്ക് ഒരുങ്ങാൻ അത്ര ടൈം ഒന്നും വേണ്ടെന്നേ. വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ടൈം? നീ കുളിക്കത്തില്ലായിരിക്കും. ഞാൻ സമയത്തിന് കുളിച്ച് ഒരുങ്ങുന്ന കൊച്ച. ആണോ? എടി, എനിക്ക് പിന്നെ ഒരു കാര്യം പറയണ്ട്. എന്തുവാ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരൂ. ചേട്ടൻ എന്ത് ചെയ്യുവോ? ആകത്തെ എന്തോ അടുക്കള പണി ചെയ്തോണ്ടിരിക്കും. എനിക്ക് പേടിയാന്ന് വരുവോ? ഞാൻ വരുത്തൊന്നുമില്ല. അടുക്കള എന്ന് പറഞ്ഞ പുള്ളിക്ക് ജീവനാ. നീ നമ്മുടെ അയൽവക്കത്തുള്ളതായതുകൊണ്ട്, പിന്നെ നീ കൊച്ചുനാൾ മുതൽ ഈ വീട് കയറി ഇറങ്ങുന്ന ആയതുകൊണ്ടാണ് നമ്മുടെ പ്രണയം ആരും പിടിക്കാത്തത്. സത്യം. പക്ഷെ ഒരിക്കൽ പിടിക്കപ്പെടും. അന്ന് നിന്റെ അച്ഛൻ എന്നെ വെട്ടിക്കണ്ടിച്ച് ബിരിയാണിയാക്കും. എടി, ഒന്നാമത്തെ കാര്യം നമ്മൾ 2 മതക്കാര്. പിന്നെ നീ എന്നേക്കാൾ 2 വയസ്സ് മൂത്തത്. അല്ല, പ്രായം ഞാൻ നോക്കുന്നില്ല. അപ്പൊ സച്ചിൻ കല്യാണം കഴിച്ചേക്കണത് സച്ചിനേക്കാൾ 5 വയസ്സ് മൂത്ത പെണ്ണിനല്ല. അതുകൊണ്ട് അത് വിഷയമില്ല. സച്ചിന് കാശുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. നിനക്കോ? ഒരുമാതിരി മറ്റേ വർത്താനം പറയും. പിന്നല്ലാണ്ട് നിനക്ക് ജോലി ഉണ്ടോടാ?